അല്ല, അപ്പൊ ശരിക്കും പേടിച്ചു പോയി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വലിയ ബോർഡുകളെല്ലാം വെച്ചത് പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കാനാണ്. അപ്പൊ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ ആ ധൈര്യത്തിലാണെങ്കിൽ ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ എന്ന നിലപാടായിരുന്നു സ്വീകരിക്കേണ്ടത്. ഇതിനകത്ത് അദ്ദേഹം തന്നെ വിദേശ ഫണ്ട് ആവശ്യപ്പെടുന്നതിന്റെ വിഷ്വലുകൾ, വീഡിയോ എല്ലാം തന്നെ പബ്ലിക് ഡൊമൈനകത്ത് ലഭ്യമാണ്. എന്ന് മാത്രമല്ല, അതിനുള്ള അനുമതിയും വാങ്ങിയിട്ടില്ല. ആ സന്ദർഭം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിൽ പോയി മലയാളി സമൂഹത്തെ കണ്ട് കേരളത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ പോലും കേന്ദ്രം അവസരം നൽകാതിരുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് MLA ആയിരുന്ന ഒരാൾ സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞ് പോയി ഫണ്ട് ശേഖരിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ ലംഘനമുണ്ട് എന്ന റിപ്പോർട്ടാണ് നൽകിയിരുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് കണ്ടിരുന്നത്. അത് സംബന്ധിച്ച് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ അസാധാരണ തിടുക്കം കാണിച്ച് പ്രസ്താവന നടത്തുന്നു എന്നുള്ളത് എന്തോ ഭയപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അത് യഥാർത്ഥത്തിൽ ഗൗരവമായി തന്നെ കേരളീയ സമൂഹം കാണേണ്ടതുണ്ട്. അല്ല, അത് പറയുമ്പോൾ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണല്ലോ. അല്ലെങ്കിൽ അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി തന്നെ ഈ പ്രസ്താവന നടത്തി? ഇത് സംബന്ധിച്ചുള്ള രേഖകൾ വന്നോ? ഏത് തരത്തിലാണ് ഈ രേഖകൾ പരിശോധിക്കപ്പെട്ടിട്ടുള്ളത്? നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് നിലപാടാണ് ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പൊ അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി തന്നെ ഒന്നുകിൽ അദ്ദേഹത്തോട് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടാകാം അദ്ദേഹം തന്നെ പരസ്യമായിട്ടുള്ള ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ സർക്കാരിന് 18-ന് ശേഷം എത്രയോ വർഷം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ അപ്പൊ തന്നെ നടപടികൾ സ്വീകരിക്കാനും ഇപ്പോ ഇവരൊക്കെ ചെയ്യുന്ന പോലെ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ അതെല്ലാം സുതാര്യമായും ശരിയായ രൂപത്തിൽ നടക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിൽ ഗൗരവമായിട്ടുള്ള റെഗുലേഷന്റെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യമായ ലംഘനം അതിനകത്ത് കണ്ടു എന്നതുകൊണ്ടാണ് കേന്ദ്ര സംവിധാനങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് എത്തിയത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എത്ര വർഷം ഗവൺമെന്റ് കയ്യിൽ ഉണ്ടായിരുന്നു? എല്ലാ അധികാര സംവിധാനങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതല്ലല്ലോ സർക്കാർ ലക്ഷ്യമിട്ടത്. അപ്പൊ നന്നായി പേടിച്ചു പോയത് കൊണ്ടാകാം ഇപ്പൊ പെട്ടെന്ന് മറ്റ് ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഈ തിടുക്കം കാണിച്ചിട്ടുള്ളത്.